നമസ്കാരം. ഫെബ്രുവരി മാസത്തിന് പുറമെ മാർച്ചിലെ ശമ്പളവും മുടങ്ങും. 2-3 ഗഡുക്കളായി ശമ്പളം നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. തന്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരമില്ലെന്നാണ് ധനമന്ത്രി തന്നെ കാണാനെത്തിയ സംഘടനാ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കാലമായതിനാൽ അടിയന്തരമായി ശമ്പളം നൽകണമെന്നാവശ്യപ്പെട്ട ഇടത് സംഘടനാ നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടറിയെയും കണ്ടു. എന്നാൽ ധനമന്ത്രിയുമായി സംസാരിച്ച് പരിഹരിക്കണമെന്നാണ് MV ഗോവിന്ദൻ നൽകിയ നിർദ്ദേശം. അതേസമയം മുഖ്യമന്ത്രി സംഘടനാ നേതാക്കളെ കാണാൻ സമയം നൽകിയില്ലെന്നും മനസ്സിലാക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം കിട്ടുകയും ചെയ്തു. ഇതോടെ ഇടത് സംഘടനാ പ്രവർത്തകർ സംഘടന വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചു. പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട 4600 കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വിവരം. കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മാസം 3-ാം തീയതിയായിട്ടും ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ്. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്കും മാസശമ്പളം കയ്യിൽ കിട്ടി. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം. മിക്കവാറും സർക്കാർ ജീവനക്കാർക്കെല്ലാം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ശമ്പളം എത്തുന്നത്. ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്. പെൻഷൻ വിതരണത്തിനും നിലവിൽ പ്രതിസന്ധിയില്ല. ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറ്റുന്ന കാര്യത്തിലും സാങ്കേതിക തടസ്സമില്ല. ഞായറാഴ്ചയായതിനാൽ ഇന്നലെ ശമ്പള വിതരണം ഉണ്ടായില്ല. ഇന്ന് ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പള വിതരണം മുടങ്ങിയതിനെതിരെ സമരപരിപാടികളുമായി ജീവനക്കാർ രംഗത്തെത്തി. ശമ്പളം ലഭിക്കാത്തത് ജീവനക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണെന്നും ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ലെന്നും ഇതിനാൽ പ്രത്യക്ഷ സമരമല്ലാതെ മറ്റു മാർഗങ്ങളും ഇല്ലെന്നാണ് ജീവനക്കാർ വ്യക്തമാക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇടതുമുന്നണി സർക്കാർ പകപോക്കൽ സമീപനമാണ് പിന്തുടരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്ഥാപനങ്ങളിലെയും ബയോമെട്രിക് പഞ്ചിംഗ് മെഷീൻസ് പാർക്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഫയൽ നീക്കം കാര്യക്ഷമമാക്കാനും ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത ഉറപ്പാക്കാനും നടപടിയെടുത്തു. യൂണിയൻ പ്രവർത്തനം ഇല്ലാതാക്കുന്നതിന്റെ ആദ്യപടിയായി KSEB-യിൽ നടപ്പാക്കി. രാഷ്ട്രീയ പ്രവർത്തനം KSEB-യുടെ പടിക്ക് പുറത്തായി. KSRTC-യിൽ ശുദ്ധികലശം തുടങ്ങിക്കഴിഞ്ഞു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇതുവരെ അനങ്ങിയിട്ടില്ല. നിലവിൽ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും 31% ക്ഷാമബത്ത. 3% വർദ്ധിപ്പിക്കുന്നതോടെ ഇത് 34%-ലധികമാകും. 2022 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ DA വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. മാർച്ചിലെ ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്ക് പുതുക്കിയ DA ലഭിച്ചു. ക്ഷാമബത്ത ഉയർത്തിയത് രാജ്യത്തെ 50 ലക്ഷത്തോളം ജീവനക്കാർക്കും 65 ലക്ഷത്തോളം പെൻഷൻകാർക്കും പ്രയോജനപ്രദമായി. 7ാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ക്ഷാമബത്ത ഉയർത്തി നൽകിയിരിക്കുന്നത്. 2022 ഒക്ടോബറിലാണ് DA 28%-ൽ നിന്ന് 31%. നന്ദി.